ഗാഥമോൾക്ക് വേണ്ടി നിന്നെ ഞാൻ ഒരുപാട് ബുദ്ധിമുട്ടിച്ചിട്ടുണ്ട്. ചെറിയ രീതിയിലൊന്നുമല്ല, ഒരാൾക്ക് സഹിക്കാൻ പറ്റാത്ത രീതിയിൽ തന്നെ. അതൊക്കെ ഇപ്പൊ എന്തിനാ പറയുന്നത് മാഡം? ഗാഥയുടെ കാര്യത്തിൽ ഞാൻ സ്വാർത്ഥയാണ്, അതുകൊണ്ടാ അങ്ങനെയൊക്കെ ചെയ്യേണ്ടി വന്നത്. അതെ ഗോപാലമ്മ, നമുക്കേ രണ്ടായിട്ട് പിരിഞ്ഞിട്ട് അങ്ങോട്ടേക്ക് നടക്കാം, അതല്ലേ നല്ലത്? മോളായതുകൊണ്ടാ, അല്ലെങ്കിൽ വേറൊരു ടെക്നിക്ക് ഉണ്ടായിരുന്നു. അതെന്ത് ടെക്നിക്കാ? ഞങ്ങൾ സിറ്റിക്കകത്തായിരിക്കുമ്പോ ചില നേരത്തെ ഞങ്ങൾ ഇടയ്ക്ക് കാണിക്കാറുള്ളതാ. രണ്ട് ലോട്ടറിക്കാർ തമ്മി തല്ലുന്ന പോലെ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും എന്തെങ്കിലുമൊക്കെ വിളിച്ചു പറയും. അതിന്റെ ഫലം എന്താ? രണ്ടു വശത്തും ചില ആൾക്കാർ വന്നുകൂടും. അപ്പൊ അവർക്കും സ്പിരിറ്റ് ആവുമല്ലോ. ആ ഒരു സ്പിരിറ്റിന്മേൽ കുറച്ച് ലോട്ടറി അവിടെ വിൽപ്പന നടക്കും. ആ, എന്തായാലും ആ പണിക്കൊന്നും ഞാനില്ല. ഗോപാലമാമന്റെ മുഖത്ത് നോക്കി ചീത്ത വിളിക്കാനൊന്നും എന്നെ കൊണ്ട് പറ്റില്ല, അതുകൊണ്ടാ. അമ്മയെ വിളിക്കുന്നല്ലേ മോളെ? നമ്മളിവിടെ എത്തുമ്പോഴേക്കും അമ്മയുടെ വിളി വരുമെന്ന് എനിക്ക് ഉറപ്പായിരുന്നു. ഇത് സിത്താര മേഡം. ഓ, പെറ്റമ്മയാണോ? സംസാരിക്കണമെങ്കിൽ സംസാരിച്ചു. ഹലോ മേഡം. ആ മോളെ, ഞാൻ വെറുതെ വിളിച്ചതാ. എനിക്ക് നിന്റെ ശബ്ദം ഒന്ന് കേൾക്കണമെന്ന് തോന്നി. മേഡത്തിന്റെ ശബ്ദം എന്താ വല്ലാതിരിക്കുന്നേ? സുഖല്ലേ? എന്തു പറ്റി മേഡം? കുഴപ്പമൊന്നുമില്ല മോളെ, ചില കാര്യങ്ങൾ ആലോചിക്കുമ്പോൾ അറിയാതെ ശബ്ദം താന്നു പോകുന്നതാവും. ഗാഥമോൾക്ക് വേണ്ടി നിന്നെ ഞാൻ ഒരുപാട് ബുദ്ധിമുട്ടിച്ചിട്ടുണ്ട്. ചെറിയ രീതിയിലൊന്നുമല്ല, ഒരാൾക്ക് സഹിക്കാൻ പറ്റാത്ത രീതിയിൽ തന്നെ. അതൊക്കെ ഇപ്പൊ എന്തിനാ പറയുന്നത് മാഡം? ഗാഥയുടെ കാര്യത്തിൽ ഞാൻ സ്വാർത്ഥയാണ്, അതുകൊണ്ടാ അങ്ങനെയൊക്കെ ചെയ്യേണ്ടി വന്നത്. എന്റെ ചുറ്റും നിൽക്കുന്ന ഒരുപാട് പേര് എന്നോട് പറഞ്ഞതാ, അമിതമായിട്ട് അവളെ ലാളിക്കുന്നത് അപകടം ചെയ്യുമെന്ന്. പക്ഷെ ഞാനത് കണക്കിലെടുത്തില്ല. ഇപ്പൊ എനിക്കും തോന്നുന്നു എന്റെ മോളെ ഞാൻ തെറ്റായ രീതിയിലാണോ വളർത്തിയെന്ന്. മാഡം, ജീവിതം ചിലപ്പോഴൊക്കെ നമുക്ക് ചില കടുത്ത പാഠങ്ങൾ പഠിപ്പിച്ചു തരുമല്ലോ. ആ കൂട്ടത്തിലെ മോളെ ഇതും. ഞാൻ കുറെ നേരം നിന്നെക്കുറിച്ച് ആലോചിച്ചു, നീ ചെയ്ത കാര്യങ്ങളെക്കുറിച്ച് ആലോചിച്ചു. വിളിക്കണോ വേണ്ടയോ എന്നൊക്കെ ചിന്തിച്ചു. പിന്നെ ആട്ടോ വിളിച്ചത്. മോള് ഞാൻ തരാമെന്ന് പറഞ്ഞ സാധനങ്ങൾ എൻ്റെ നിന്നൊന്ന് വാങ്ങണം. എൻ്റെ ഒരു മനസ്സമാധാനത്തിനാ കുട്ടി. ആ കാര്യത്തിൽ എന്റെ തീരുമാനം ഞാൻ പറഞ്ഞല്ലോ മാഡം. അതിനൊരു കാരണവശാലും മാറ്റം ഉണ്ടാവില്ല. മോളെ, ഒരു കോള് വന്നാ അതെന്താണെന്ന് അന്വേഷിച്ചിട്ട് പെട്ടെന്ന് കട്ട് ചെയ്യണം മോളെ. ആവശ്യമില്ലാത്ത ആളുകളുമായി സംസാരിച്ചു നിന്നാ നമ്മുടെ ജീവിതം നടക്കില്ല. നമ്മൾ കൂലിപ്പണി ചെയ്യുന്നവരാ. മറ്റുള്ളവരെ നമ്മുടെ നേരത്തിന് കാത്തു നിൽക്കില്ല. അവരുടെ സമയത്തിന് നമ്മൾ പിന്നാലെ ചെല്ലണം. മോളത് കട്ടായിക്കേ. മാഡം, ഗോപാലൻ വല്ലാത്ത ദേഷ്യത്തിലാണല്ലേ? മോളിപ്പോ തന്നെ ഫോൺ വെച്ചു. എന്നിട്ട് ഒന്ന് ഫ്രീ ആവുമ്പോൾ പറ്റുമെങ്കിൽ എന്നെ ഒന്ന് തിരിച്ചു വിളിക്കണേ. മോളോട് സംസാരിക്കുമ്പോൾ എൻ്റെ മനസ്സിന് ചെറിയൊരു ആശ്വാസം കിട്ടുന്നുണ്ട്. മാഡം, ചിലയിടങ്ങളിലൊന്ന് തോറ്റു പോകുമ്പോൾ ഒന്ന് കയ്യെത്തിച്ച് പിടിക്കാൻ ആരെങ്കിലും വേണ്ടേ? മോള് ഫോൺ വെച്ചു. ശരിയാണ്. മോളെ, ഇതെന്താ ഇങ്ങനെ ആലോചിച്ച് നിൽക്കുന്നേ? ഒന്നുമില്ല. തലകറക്കം വല്ലതും ഉണ്ടോ? ഇല്ല ഗോപാലൻ മാമ. പിന്നെന്താ? കുടിക്കാൻ എന്തെങ്കിലും വേണോ?
അതൊന്നുമല്ല, ഞാനേ അമ്മയുടെ കാര്യം ആലോചിച്ചു പോയതാ. ആ, ഇന്ന് അമ്മ യാത്രയാക്കിയ രീതി കണ്ടപ്പോഴേ ഞാനിത് ഉറപ്പിച്ചിരുന്നു. അല്ല, മോക്കിപ്പോ വീട്ടിൽ പോണമെന്നുണ്ടോ? ഇത് ഞാൻ എങ്ങനെയെങ്കിലും വിറ്റ് തീർത്തോളാം. അതൊന്നും വേണ്ട ഗോപാലമ്മ, ഇതൊക്കെ വിറ്റ് തീർത്തിട്ടേ ഞാൻ പോകുന്നുള്ളൂ. സാധാരണ ഞാൻ പുറത്തു പോകുമ്പോൾ അമ്മയ്ക്ക് ഒരു ടെൻഷനൊക്കെ ഉള്ളതാ. പക്ഷേ ഇന്നലെ ഇന്നുമായിട്ട് എന്താണെന്നറിയില്ല, ഒരു അമ്മയെ ചേർത്ത് പിടിക്കുമ്പോഴൊക്കെ ഇനി വിടില്ല എന്നൊരു തോന്നല്. ഇന്നലെ രാത്രി നിർബന്ധിച്ചെന്നെ കൂടെ കിടത്തി. ഉറക്കത്തിലൊക്കെ ഒരു കൊച്ചു കുട്ടിയെപ്പോലെ എന്നെ പൊതിഞ്ഞു പിടിക്കായിരുന്നു. ഓരോന്ന് ആലോചിച്ചാലോചിച്ച് മനസ്സ് വേദനിച്ചിട്ടായിരിക്കും മോളെ. അമ്മയുടെ കാര്യം അങ്ങനെയാ. സീതാറാം മേഡം വിളിച്ചപ്പോ മേഡം നല്ല ടെൻഷനിലാ. ഓ, അവരുടെ ടെൻഷൻ മോള് തലയെടുത്ത് വെക്കണ്ട. സ്വന്തം മോളെ വേണ്ടാന്ന് പറഞ്ഞല്ലേ? അവരിത്തിരി വിഷമം അനുഭവിക്കുന്നത് നല്ലതാ. ഇന്ന് സീതാറാം മേഡം സംസാരിച്ചത് അങ്ങനെയല്ല. കുറെ എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് എന്നോട് പറയാ ഗാദിയെ വളർത്തിയ രീതി തെറ്റായിരുന്നു എന്ന്. ഓ, അപ്പൊ അവർക്ക് നേരം വെളുത്ത് തുടങ്ങിയോ? ഗാഥയെ വളർത്തിയ രീതി തെറ്റാണെന്ന് അവർക്കിനി ആരാ പറഞ്ഞു കൊടുക്കാനുള്ളത്? മനുഷ്യരോട് പെരുമാറാൻ അറിയോ കൊച്ചിന്? അഹങ്കാരി. വിട്ടേക്ക്. എനിക്കെന്തോ മേഡം തളർന്ന് സംസാരിച്ചത് കേട്ടപ്പോ. മേഡത്തിന്റെ തളർച്ചയും കാലുപിടുത്തവും ഒക്കെ ഇതിനു മുമ്പ് നമ്മൾ കണ്ടിട്ടുള്ളതല്ലേ മോളെ? നിന്നെ പറ്റിക്കാൻ പുതിയ എന്തെങ്കിലും ഉപായം കണ്ടുപിടിക്കാൻ വേണ്ടിട്ടാ. എല്ലാം കൂടി ആലോചിച്ചിട്ട് എനിക്ക് തലയ്ക്കെന്തോ വട്ടാവുന്നു ഗോപാലമ്മ. എന്നാ പിന്നെ കുഴപ്പമില്ലാത്തൊരു ഐഡിയ ഞാൻ പറയട്ടെ. അതെന്താ? ഇവിടെ അടുത്തൊരു നാഗക്ഷേത്രമുണ്ട്. മോൾക്ക് ഇഷ്ടപ്പെട്ടൊരു ദൈവമാണല്ലോ. മോൾക്ക് അവിടെ കയറി കാര്യമായിട്ട് തൊഴുതു പ്രാർത്ഥിക്കുകയും ചെയ്യാം. എന്താ? അവിടെ ചെന്ന് തൊഴുതു പ്രസാദമൊക്കെ വാങ്ങിച്ചു കഴിയുമ്പോൾ മോളൊന്ന് ഉഷാറാവും. ആ ചിന്തകളൊക്കെ ഭഗവാന്റെ നടയിൽ വെച്ച് പ്രാർത്ഥിച്ചിട്ട് അങ്ങ് പോണം മോളെ. കുറച്ചു നേരം അമ്പലത്തിൽ ചെലവാക്കിയാലും ബാക്കി സമയം കൊണ്ട് ടിക്കറ്റ് വിറ്റ് തീർക്കാം അല്ലേ? അതൊന്നും കുഴപ്പമില്ല. മോള് വന്നേ. ദേ അവിടെയാ അമ്പലം. മോള് വന്നേ. എന്നാ പിന്നെ പോവാം. വാ.